എനിക്ക് മാത്രല്ല ടോവിനോ ചേട്ടനൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു ദിവസം കളരിക്കൊക്കെ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഠിക്കാൻ വരാന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല വരുന്ന സമയത്ത് നമ്മളെ കൂടി വിളിക്കണം കേട്ടോ. അതുപോലെ കല്യാണി ചേച്ചിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിളിച്ച സമയത്തേ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മെസ്സേജ് തന്നെയാണല്ലോ പറഞ്ഞല്ലേ, നന്നായിട്ടുണ്ട് എന്നുള്ള അങ്ങനെയാണ് പറഞ്ഞത്. അല്ല, എല്ലാ ഭാഷകളിലും ഫാൻസ് ഉണ്ട്, അതിലൊരു ഫാന് ഞാനെന്ന് പറഞ്ഞു. ഫാനാണ് എന്റെ മുന്നിൽ പല്ലും വെച്ചിരിക്കുക. അപ്പോ DQ മെസ്സേജ് സമയത്ത് ചന്ദ്ര 2 പറ്റി ചോദിച്ചാ അതിൽ മൂത്തോന്ന് പറഞ്ഞത് നമ്മളെ മമ്മൂക്കയാണ്. അങ്ങനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഒരു ഇതൊക്കെ കണ്ടപ്പോ ഞാൻ ചെലപ്പോ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മമ്മൂക്കിയൊന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ആരാന്നൊക്കെ അറിയില്ല. മമ്മൂക്ക ആയാ കൊള്ളാന്നുണ്ടല്ലോ നമുക്ക്, മൂത്തം വന്നിട്ട് ഇടിച്ചു തെറിപ്പിക്കുന്ന പോലെയൊക്കെ. സിനിമ കണ്ടിറങ്ങിയ സമയത്ത് നമുക്ക് ഏറ്റവും രോമാഞ്ചം തോന്നിയൊരു സീനാണ് മോള ഓടുന്ന സീൻ, ജീവനും കൊണ്ട് ഓടുന്നൊരു സീൻ ഉണ്ടല്ലോ. അത് ഒറ്റ ടേക്ക് കൊണ്ട് എടുത്താണോ അതോ ഒരുപാട് തവണ ഓടിച്ചോ അവരെല്ലാരും? അത് ആ കൂടി 2 ടേക്ക് വന്നു. ആദ്യത്തെ തവണ ഓടിപ്പോ ഞാൻ കുറച്ച് സ്പീഡ് പറഞ്ഞു, പിന്നെ പട്ടിക്കുട്ടി കുറച്ച് മുന്നേ ഓടിപ്പോയി. അപ്പോൾ ക്യാമറ കുറച്ച് ഇതായി ഉണ്ടായിരുന്നു, കുറച്ച് ഷെയ്ക്കായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഷോട്ടിൽ ഞാൻ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് വീണ്ടും കറക്റ്റ് ഓടി. അത് കറക്റ്റ് എൻ്റെ പിന്നാലെയും വന്നു, ഞാൻ കുറച്ച് സ്പീഡിൽ ഓടുകയും ചെയ്തു. ക്യാമറ ഒന്നും ഉണ്ടായില്ല, അത് കറക്റ്റായി. സിനിമയിൽ കണ്ട സമയത്ത് വിഷമായോ ആ ഒരു രംഗം കണ്ട സമയത്ത്? അത് ആദ്യം അമ്മയുടെ അടുത്ത് ആ കരയിച്ചൽ വന്നപ്പോഴേക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും കണ്ണ് നിറഞ്ഞു? ഉണ്ടായിരുന്നു. ഏട്ടന് ശരിക്കും തല്ലൂടുന്ന ആൾക്കാരാണ്, ഏട്ടനടക്കം കരഞ്ഞു പോയി. എന്നിട്ട് അതില് ആദ്യം അതിൽ ശരിക്കും ഞാൻ ഓടുമ്പോൾ ഞാൻ ഓരോ ടേക്ക് ആയിട്ടല്ലേ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തിയേറ്ററിൽ വന്ന പണ്ടപ്പോഴേക്ക് ശരിക്കും വിഷമം കരച്ചിലാണ്. നമ്മൾക്കും അതുപോലെ തന്നെയായിരുന്നു ആ മൊമെന്റ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഭയങ്കര വിഷമം തരുന്ന ഒരു മൊമെന്റ് ആയിരുന്നു അതല്ലേ. പിന്നെ നമുക്കത് വിടാം, ആ ഒരു വിഷമത്തിന്റെ മൂഡ് നമുക്ക് മാറ്റാതെ. DQ ഉണ്ട്, സൗബിൻ സായിർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കല്യാണി ഉണ്ട്, അങ്ങനെ വലിയ നസ്ലി ഉണ്ട്, ഒരുപാട് താരനിരകളിലാണല്ലേ. ഇവരൊക്കെ പറ്റിയിട്ട് ഒരു 2 വാക്കിൽ പറയാൻ പറഞ്ഞാൽ എന്തൊക്കെ പറയാൻ പറ്റും? ഇപ്പോൾ DQ ആണെങ്കിൽ DQനെ പറ്റിയിട്ട്. DQ ആണെങ്കിൽ ഒരു നല്ലൊരാളാണ്. എനിക്കായിട്ട് നന്നായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പറ്റിയതാണ്. എനിക്ക് മെസ്സേജ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഫാമിലിയുടെ അന്വേഷണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം പറ്റുകയാണെങ്കിൽ കളരിക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആളാണ്. പിന്നെ ഒരു വെൽഫെയറിന്റെ ഒരു ഇത് കിട്ടിയത് വലിയൊരു ഇതാണ്, ഭാഗ്യമാണ്. സൗബിനെ പറ്റി പറയും, ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ തിളങ്ങി നിൽക്കുന്ന ആളാണല്ലേ സൗബിൻ ഖാനെ പറ്റിയിട്ട്. ഇപ്പോൾ സിനിമയിലുണ്ടല്ലോ, ഇത്രയും വലിയൊരു ക്രൂവിന്റെ ഭാഗമാണെന്ന് തോന്നിയോ, അതോ സിനിമ കണ്ടപ്പോഴാണോ തോന്നിയത് ഇത്രയും വലിയൊരു താരനിബിഡമായിട്ടുള്ള ഒരു ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ അഭിനയിക്കുന്നത്? അപ്പോഴാണോ തോന്നിയത് അതോ മുമ്പേ അറിയാമായിരുന്നു സൗബിനിക്കൊക്കെ ഉണ്ടെന്ന് അറിയാമായിരുന്നു? അറിയണ്ടായിരുന്നില്ല, എൻ്റെ ഷോട്ട് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ.